ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 4ാമത്തെ പാഠമായ അപ്പൂപ്പൻ താടിയിൽ വരുന്ന മഴ മഴ മഴയോട് മഴ എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ അപ്പൂപ്പൻ താടിയിൽ വരുന്ന പയ്യെ പയ്യെ, വേഴാമ്പൽ, വേനൽ എന്നീ ഭാഗങ്ങൾ നമ്മൾ ക്ലാസ്സുകളായി എടുത്തു കഴിഞ്ഞു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മലയാളത്തിന്റെ പ്ലേലിസ്റ്റ് മുകളിൽ ഐ ബട്ടണായിട്ട് കൊടുത്തേക്കാം. അതുപോലെ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. മഴ മഴ മഴയോട് മഴ. മഴ വരുന്നു മഴ. ആകാശം കറുത്തു, തണുത്ത കാറ്റു വീശി, മരച്ചില്ലകൾ നൃത്തം വെച്ചു, ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കുന്നു. കരിങ്കറുപ്പനൊരു കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു. കാ കാ കാ. അപ്പൊ എന്താ പറയുന്നത്? മഴ വരുന്നതിനെ കുറിച്ചാണ് അല്ലേ? മഴ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മഴ വരുമ്പോൾ ആകാശം എങ്ങനെയായിരിക്കും? കറുത്തു വരും, തണുത്ത കാറ്റ് വീശും, മരച്ചില്ലകൾ ആടാൻ തുടങ്ങും, ആളുകൾ എന്ത് ചെയ്യും? എല്ലാവരും വീട്ടിലെത്താൻ വേണ്ടി തിടുക്കത്തിൽ നടക്കുമല്ലേ? പിന്നെയോ പക്ഷികളെല്ലാം അവരുടെ കൂടുകളിലേക്ക് മടങ്ങി പോകും. അതുപോലെ ഒരു പക്ഷിയായ കാക്ക പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മഴയുടെ മുന്നറിയിപ്പ്. മരങ്ങൾ അടിമുടി ഇളകിയാടി, ചില്ലകൾ ഒടിഞ്ഞു വീണു, പച്ചിലകൾ കാറ്റേറ്റു പുളഞ്ഞു, പഴുത്ത ഇലകൾ ഞെട്ടറ്റു വീണു, നിലം പറ്റി കിടന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വട്ടം കറങ്ങി കലപില ഒച്ച വെച്ചു. ഒരു പശു വലിയ വായ തുറന്നു കരഞ്ഞു, ഇമ്പേ ഇമ്പേ. അപ്പൊ എന്തൊക്കെയാ കാണാൻ കഴിയുന്നത് മഴ വന്നപ്പോൾ? മരങ്ങൾ ആടാൻ തുടങ്ങി, ചില്ലകളൊക്കെ ഒടിഞ്ഞു വീഴാൻ തുടങ്ങി, പച്ചിലകളൊക്കെ കാറ്റേറ്റിങ്ങനെ ആടാൻ തുടങ്ങി, പഴുത്ത ഇലകളൊക്കെ ഞെട്ടറ്റ് വീണു, പിന്നെയോ കരിയിലകള് കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി, പശു കരയാൻ തുടങ്ങിയല്ലേ? മഴ വരുമ്പോൾ ഈ കാഴ്ചകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. മഴയ്ക്ക് വരവേൽപ്പ്. അവിടെ ഒരു ആൺകുട്ടി കുടയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. മഴയത്തല്ലേ? തെങ്ങിൻ തലപ്പുകൾ കാറ്റിലുലഞ്ഞു, തെങ്ങോലകൾ പാട്ടുപാടി, മഴയ്ക്ക് സ്വാഗതമോതി. മഴയുടെ മുന്നറിയിപ്പ് പോലെ പാഞ്ഞു പോകുന്ന കുട്ടിയുടെ കുടപ്പുറത്ത് ഒരു മച്ചിങ്ങ വീണു. പ്ടോം. അപ്പൊ എന്താ പറയുന്നത്? കാറ്റടിച്ചപ്പോ തെങ്ങോലകളെല്ലാം ഉലഞ്ഞു, പാട്ടുപാടി, ഒരു സൗണ്ട് ഉണ്ടാക്കിയല്ലേ? മഴയ്ക്ക് സ്വാഗതമോതി. മഴയുടെ മുന്നറിയിപ്പ് പോലെ എന്ത് ചെയ്തു? ആ കുട്ടി കുടയും പിടിച്ചു പോയപ്പോ അതിന്റെ മുകളിൽ എന്ത് ചെയ്തു? ഒരു മച്ചിങ്ങ വന്ന് വീണു. പ്ടോം എന്ന ശബ്ദം കേട്ടു. മഴ അടുത്തെത്തി. മാനത്തെവിടെ നിന്നോ ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്നു. മഴ കാണാനിറങ്ങിയ പെൺകുട്ടിയുടെ കവിളിൽ മഴത്തുള്ളി പാറി വീണു. പെൺകുട്ടി കവിളിൽ വിരലുകൾ അമർത്തി. ഹായ്. നമുക്കവിടെ കാണാം മഴ പെയ്തപ്പോൾ വിരലുകൾ കവിളിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ചിത്രത്തിൽ നമുക്ക് കാണാം. മഴ വന്ന വരവ്. പറന്നു വീഴും മഴ, ചരിഞ്ഞു വീഴും മഴ, നിലം തുളയ്ക്കും മഴ, വലിയൊരു കൂടിനു ചോട്ടിൽ കുത്തിയിരിക്കും പോക്കാച്ചിത്തവള സന്തോഷമറിയിച്ചു. പേക്രോം പേക്രോം. എങ്ങനെയാ മഴ വന്നത്? പറന്ന് ചരിഞ്ഞു വന്നു അല്ലേ? നിലം തുളയ്ക്കും. മഴവെള്ളം വന്നിങ്ങനെ ശക്തിയായിട്ട് വീഴുമ്പോൾ നിലമൊക്കെ തുളയും അല്ലേ? വലിയൊരു കൂടിന് ചുവട്ടിൽ കുത്തിയിരുന്ന പോക്കാച്ചിത്തവള എന്ത് പറഞ്ഞു? പേക്രവും പേക്രവും എന്ന് ശബ്ദമുണ്ടാക്കി. പെരുമഴ പെരുമഴ പേമാരി, കലമ്പൽ കൂട്ടി കുത്തിയൊലിക്കും മഴ, തുരുതുരാ വീഴുമ്പോൾ ചരൽ മഴ, പെരും തുള്ളികൾ എത്തുമ്പോൾ നെല്ലിക്കാ മഴ, തുള്ളിക്കൊരു കുടം പെരുമഴ, നിർത്താതെ പെയ്യുമ്പോൾ പേമാരി. എങ്ങനെയൊക്കെയാ മഴ വരുന്നത്? കലമ്പല് കൂട്ടി കുത്തിയൊലിച്ച് വരുന്ന മഴ, ഒരുപാട് ഇങ്ങനെ തുരുതുരാ പെയ്യുമ്പോൾ ചരൽ വീഴുന്നത് പോലെയുള്ള മഴ, പെരുംതുള്ളികളായാൽ നെല്ലിക്ക വീഴുന്നത് പോലെയുള്ള മഴ. നമ്മൾ മഴ പെയ്യുമ്പോൾ പറയാറുണ്ടല്ലേ, തുള്ളിക്കൊരു കുടം എന്ന് പറയാറുണ്ട്. പെരുമഴ പെയ്യുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. നിർത്താതെ മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? പേമാരി എന്ന് പറയും അല്ലേ? മഴയിൽ കുടചൂടി നടത്തം. അവിടെ കുട്ടികള് മഴയില് കുടചൂടി നടക്കുന്നത് കണ്ടോ? വലം കയ്യിൽ ഒരു തുറന്ന കുടയും ചൂടി മഴ തുളച്ചു നടന്നു കയറാൻ എന്തു രസം. പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴച്ചില്ലു തകർത്തു നടക്കണം. മഴ കൊണ്ടലിയാം, മഴയാൽ മനം തണുക്കുമ്പോൾ പരമാഹ്ലാദം. നമ്മൾ മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് നടക്കുന്നതല്ലേ? ഉച്ചത്തിൽ പാട്ടൊക്കെ പാടി വലക്കയിൽ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ മഴച്ചില്ല് തകർത്ത് നടക്കും അല്ലേ?
മഴയിൽ നനഞ്ഞൊട്ടുന്നു. കുടയില്ലാത്തവർ ചങ്ങാതിക്കുടയിൽ തുളച്ചു കയറും. ഒരു കുട നിറയെ 4 തല. 4വരും നനഞ്ഞൊലിക്കും. നടുവിൽ നടക്കുന്നവൻ ആരും കാണാതെ കുട പൂട്ടും. 4വരും മഴ നനഞ്ഞൊട്ടും. പിന്നെ അവർ ആർത്തു വിളിക്കും, നട നടോ നട. മഴയിൽ നനഞ്ഞിട്ടുന്ന അനുഭവം നമുക്കും ഉണ്ടായിട്ടുണ്ടല്ലേ? കുടയില്ലാത്തവർ എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടുകാരന്റെ കുടയിലോട്ട് കയറും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ഒരു കുടയിൽ തന്നെ 3-4 പേര് കയറും. എന്നിട്ടോ 4 പേരും നനയുകയും ചെയ്യും. നടുക്ക് നിൽക്കുന്നവൻ കുടമടക്കിയാൽ പിന്നെയോ 4വരും മഴ നനഞ്ഞ് ഒട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? മഴ നനയുമ്പോൾ നമ്മുടെ ശരീരത്തുള്ള തുണിയൊക്കെ നമ്മുടെ ശരീരത്തോടങ്ങ് ചേർന്ന് ഒട്ടിപ്പിടിക്കും അല്ലേ? പിന്നെ അവർ ആർത്ത് വിളിക്കും, നട നടോ നട എന്ന് ആർത്ത് വിളിക്കും. മഴ നിലയ്ക്കുമ്പോൾ ആവോളം പെയ്താൽ മഴയും മെലിയും. മഴക്കയർ മഴ ചരടാകും. മഴച്ചരട് മഴ നൂലാകും. മഴനൂലുകൾ മഴ നാരുകളാകും. മഴ നിലയ്ക്കും, ആകാശം തെളിയും. അത് കഴിഞ്ഞാൽ മഴക്കാഴ്ചകളും മഴക്കളികളും. അങ്ങനെ ആവോളം മഴ പെയ്തതിന് ശേഷം എന്ത് ചെയ്യും? മഴയുടെ ശക്തി കുറയും. മഴയുടെ ശക്തി കുറയുമ്പോൾ മഴ കയറുപോലെ നിന്നിരുന്ന മഴ ചരടായിട്ട് മാറും. പിന്നെയോ മഴ നൂലായിട്ട് മാറും. പിന്നെ മഴ നാരായിട്ട് മാറും. അതായത് ശക്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്ന് മഴ അങ്ങ് നിലയ്ക്കും. അപ്പോൾ ആകാശം തെളിയും. അത് കഴിഞ്ഞാൽ പിന്നെ മഴക്കാഴ്ചകളും മഴക്കളികളുമായി. ഇത് എഴുതിയത് ആരാ? NP ഹാഫിസ് മുഹമ്മദ് മഴ മഴയോട് മഴ എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് ഈ ഭാഗം. ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. മഴയുടെ എന്തെല്ലാം മുഖങ്ങളാണ് ഇതിൽ കാണുന്നത്? മഴ ചിത്രങ്ങൾ വരച്ചു ചേർക്കൂ. മഴയുടെ എന്തെല്ലാം മുഖങ്ങളാണെന്ന് നമുക്ക് എഴുതാം. മഴ ചിത്രങ്ങൾ നിങ്ങൾ തന്നെ വരച്ചു ചേർക്കണം. മാനത്ത് എവിടെ നിന്നോ ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്ന് നമ്മുടെ ദേഹത്തു വീഴും. പിന്നെ മഴ പറന്നു വീഴും, ചരിഞ്ഞു വീഴും. നിലം തുളയ്ക്കുന്ന വിധം ശക്തിയായി പെയ്യും. കലമ്പൽ കൂട്ടി കത്തി ഒലിച്ചു പെയ്യും. ചരല് വീഴും പോലെ തുരുതുരാ വീഴും. തുള്ളിക്കൊരു കുടം പെരുമഴ പെയ്യും. നിർത്താതെ പെയ്യുമ്പോൾ പേമാരി എന്ന് നമ്മൾ വിളിക്കും. ആവോളം പെയ്തു കഴിഞ്ഞാൽ മഴ മെലിയും. മഴക്കയർ മഴ ചരടാകും. പിന്നെ മഴ നൂല് പോലെയാകും. അത് കഴിഞ്ഞോ മഴ നാരു പോലെയാകും. പിന്നെ മഴ നിലയ്ക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ കണ്ട മഴക്കാഴ്ചകൾ എന്തെല്ലാമാണ്? കളിക്കാറുള്ള മഴക്കളികൾ എന്തെല്ലാമാണ്? ചർച്ച ചെയ്ത് എഴുതൂ. നമുക്ക് എഴുതാം. ഞാൻ കണ്ട മഴക്കാഴ്ചകൾ. മഴ വരുന്നുണ്ട് എന്ന് മുന്നറിയിപ്പ് തരാനായി ആകാശമെല്ലാം കറുത്തിരുട്ടാകും. മരങ്ങളെല്ലാം കാറ്റിൽ ആടി ഉലയും. പക്ഷി മൃഗാദികൾ വേഗത്തിൽ അവരുടെ കൂടുകളിലേക്ക് പോകും. അമ്മ മുറ്റത്തെ അഴയിലിട്ടിരിക്കുന്ന തുണികളെല്ലാം എടുക്കും. തവളകളുടെ പേക്രോൺ ശബ്ദവും കിളികളുടെ കലപില ശബ്ദവും എല്ലായിടത്തും നിറയും. മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. അതുപോലെ മഴത്തുള്ളികൾ ഇറ്റി വീഴുമ്പോൾ മണ്ണിൽ കുഴികൾ ഉണ്ടാകും. ഞാൻ ജനലിലൂടെ കൈയിട്ട് മഴവെള്ളം തെറിപ്പിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ മഴയത്തിറങ്ങി കുളിക്കാറുണ്ട്. വീടിനടുത്തുള്ള ഗ്രൗണ്ടിൽ ഞാനും കൂട്ടുകാരും മഴയത്ത് കളിക്കാറുണ്ട്. മഴയത്ത് വള്ളമുണ്ടാക്കി മഴവെള്ളത്തിലിടുന്നത് എന്റെയും അനുജത്തിയുടെയും ഒരു മഴക്കളിയാണ്. ഇനി നമുക്ക് മഴക്കളികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മഴക്കളികൾ: മഴയത്ത് ഓടിക്കളിക്കൽ, തോണി ഉണ്ടാക്കി കളിക്കൽ, മഴവെള്ളം തെറിപ്പിച്ചു കളിക്കൽ, കുട വീശി കളിക്കൽ, മഴയത്ത് ഡാൻസ് കളിക്കൽ, മഴയത്ത് ഫുട്ബോൾ കളിക്കൽ. ഇതിൽ കൂടുതൽ കളികൾ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മഴയനുഭവം മാറ്റി എഴുതാവുന്നതുമാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മഴയുടെ വരവ് ചുറ്റുപാടിലും പ്രകൃതിയിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് പാഠഭാഗത്ത് വിവരിക്കുന്നത്. ആകാശം കറുത്തു, തണുത്ത കാറ്റ് വീശി, മരച്ചില്ലകൾ നൃത്തം വെച്ചു, ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കും, കാക്കകൾ കരഞ്ഞുകൊണ്ട് പറക്കുന്നു, കാറ്റത്ത് മരച്ചില്ലകൾ ഒടിഞ്ഞു വീണു, നിലംപറ്റി കിടക്കുന്ന കരിയിലകൾ കാറ്റത്ത് കൂട്ടയോട്ടം നടത്തി, പശു വലിയ വാ തുറന്ന് കരഞ്ഞു. ഇതൊക്കെയാണ് മഴയുടെ വരവ് ചുറ്റുപാടിലും പ്രകൃതിയിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ. അടുത്ത ചോദ്യം: മഴയിൽ കുട ചൂടിയുള്ള നടത്തത്തെക്കുറിച്ച് എങ്ങനെയാണ് പാഠഭാഗത്ത് പറയുന്നത്? കുട്ടികൾ കുട ചൂടി. മഴ തുളച്ചു തണുത്തിട്ട് പല്ല് കൂട്ടിയിടിച്ചു. പാട്ടും പാടി മഴച്ചില്ല് തകർത്ത് നടക്കും. കുടയില്ലാത്ത കൂട്ടുകാർ ചങ്ങാതിയുടെ കുടയിൽ ഓടി വന്ന് കയറും. 4 പേർ ഒരു കുടയിൽ കയറി നടക്കുമ്പോൾ എല്ലാവരും നനയും. കുട പിടിച്ചിരിക്കുന്ന കുട്ടി ആരും കാണാതെ ഇടയ്ക്ക് കുട ചുരുക്കും. അപ്പോൾ എല്ലാവരും ചേർന്ന് നനഞ്ഞ് ആർത്തു വിളിക്കും. അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.